പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ച ശേഷമാണ് രാഷ്ട്രപതി 18ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് എത്തിയത്. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. സന്നിധാനത്ത് എത്തിയ രാഷ്ട്രപതിയെ കൊടിമര ചുവട്ടിൽ തന്ത്രി കണ്ഠരര മഹേഷ് മോഹനർ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. വാവർ സ്വാമിയുടെ നടയിലും ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് രാഷ്ട്രപതി മടങ്ങിയത്. രാവിലെ മുതൽ രാഷ്ട്രപതി ദർശനം നടത്തി മടങ്ങിപ്പോയത് വരെയുള്ള ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. ഇതിനിടയിൽ ഇന്ന് രാവിലെ പ്രമാണത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ഹെലിപാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നു. ഈ സംഭവത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. എന്നാൽ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ താഴ്ന്നു പോയിട്ടില്ല. അത് ദൂരെ നിന്ന് മാധ്യമങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയതാണെന്നായിരുന്നു KU ജനീഷ് കുമാർ MLA പ്രതികരിച്ചത്. ഹെലിപാഡ് അതിൻ്റെ സെൻട്രലായിട്ട് എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. ലാൻഡ് ചെയ്തപ്പോൾ അല്പം ബാക്കിലേക്കായി പോയി. ആ ബാക്കിലേക്കായി പോയപ്പോൾ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്തെ ചെളിയും അതോടൊപ്പം തന്നെ പൊടിയുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നമുക്ക് ഈ സെൻറ്ററിലേക്കൊന്ന് നീക്കി നിർത്തണം. അതാണ് അവിടെ ഉണ്ടായത്. അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. അത് വളരെ ലോങ്ങിൽ നിന്നുള്ളൊരു ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾ കൊടുത്തായിരിക്കാം. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഒരു പ്ലാൻ ബി ഇല്ലാതിരുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ആന്റണി MP പ്രതികരണം. രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ? ആ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചില്ല. പ്ലാൻ എ മാത്രം നിലയ്ക്കലിൽ മാത്രം ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഈ രാത്രി ഈ ക്രമീകരണങ്ങളിടയ്ക്ക് സാധാരണഗതിയിൽ രാഷ്ട്രപതി വരുമ്പോൾ ചെയ്യുന്ന ക്രമീകരണങ്ങളുണ്ടല്ലോ പോകുന്ന റൂട്ടിൽ. ആ ക്രമീകരണങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം സ്ട്രെയിറ്റായിട്ട് റോഡുകളിൽ കൂടെ പോകുന്നു. ഒരിടത്തും ബാരിക്കേഡ് ഇട്ട് നിരച്ചിട്ടില്ല. വാഹനങ്ങൾ തടുത്തു നിർത്തി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല രാഷ്ട്രപതിയുടെ പര്യടനവും യാത്രകളുടെയൊക്കെ സിസ്റ്റം മാനേജ് ചെയ്യുന്നത്, സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത്. അതൊന്നും അങ്ങനെയല്ല. അപ്പോൾ അതിലൊരു പ്ലാൻ ബി തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു വീഴ്ചയാണ് ഹെലികോപ്റ്റർ ഇവിടെ താഴുന്ന സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പം ഇന്ന് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ ഹെലികോപ്റ്ററിന്റെ വീല് താഴുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞാൽ എനിക്കിപ്പോൾ ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജെ, കനത്ത സുരക്ഷയിലായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു മല ചവിട്ടിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം? ഒപ്പം ഈ ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്ന സംഭവത്തിൽ പല പ്രതികരണങ്ങൾ വരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സേതു, ഞാനിപ്പോൾ നിൽക്കുന്നത് താൽക്കാലികമായി തയ്യാറാക്കിയ ആ ഹെലിപാഡിലാണ്. ഇതിൽ ആന്റണി MP പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. Z കാറ്റഗറി സുരക്ഷയാണ് നിലവിൽ രാഷ്ട്രപതിക്ക് ഉള്ളത്. അതീവ സുരക്ഷയിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു പ്ലാൻ എ ഉള്ള ഘട്ടത്തിൽ സ്വാഭാവികമായും പ്ലാൻ എ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ബി തയ്യാറാക്കുക സ്വാഭാവികമാണ്. അത് ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് രാവിലെയുമായാണ് ഇവിടെ പ്ലാൻ ബി തയ്യാറാക്കിയത്. അതായത് ഈ താൽക്കാലിക ഹെലിപാഡ് തയ്യാറാക്കിയത് ഇവിടെയാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങേണ്ടിയിരുന്ന സ്ഥലം. KU ജനീഷ് കുമാർ MLA പറയുന്നത് അനുസരിച്ച് ഇതിന് തൊട്ടു പിന്നിലായി ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുകയായിരുന്നു. പിന്നീട് അത് ഇവിടേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് പൈലറ്റിന്റെ ആവശ്യപ്രകാരം തള്ളി നീക്കുകയായിരുന്നു എന്നാണ് ജനീഷ് കുമാർ MLA പറയുന്നത്. നമുക്കിവിടെ കാര്യമായ കേടുപാടുകളൊന്നും ഇവിടെ സംഭവിച്ചതായി കാണാൻ
കാണാനും സാധിക്കുന്നില്ല. എന്തായാലും നേരത്തെ വാർത്തകൾ വന്നതുപോലെ ഒരു ടയർ താഴ്ന്ന തരത്തിലുള്ള ഏതെങ്കിലും തകരാറുകളൊന്നും തന്നെ നിലവിൽ ഇവിടെ കാണുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ആന്റോ ആന്റണി MP സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലാൻ ബി തയ്യാറാക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു. എന്തായാലും 4:15 കൂടി തന്നെ ദ്രൗപദി മുർമു രാഷ്ട്രപതി ഇവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് DGP പറയുന്നു. ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും രാവിലെ 8:30 തന്നെയായിരുന്നു ഈ ഹെലിപ്പാഡിൽ ദ്രൗപദി മുർമു രാഷ്ട്രപതി ഹെലികോപ്റ്റർ ഇറങ്ങിയത്. പിന്നീട് റോഡ് മാർഗം ശബരിമല സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് എത്തുകയായിരുന്നു. പമ്പയിൽ നിന്നും ഏകദേശം 8:15 തന്നെ ഇത്തരത്തിൽ കെട്ട് നിറച്ചുകൊണ്ട് പോലീസിൻ്റെ ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് തിരിച്ചു. ശേഷം ഏകദേശം 11:50 തന്നെയാണ് സന്നിധാനത്ത് എത്തിയത്. അവിടെ മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അടക്കമുള്ള ആളുകൾ ദ്രൗപദി മുർമു രാഷ്ട്രപതിയെ സ്വീകരിച്ചു. പിന്നീട് ശബരിമല ദർശനം, മാളികപ്പുറത്ത് ദർശനം നടത്തിയ ശേഷം വാവർ സ്വാമിക്ക് മുന്നിലും ദർശനം നടത്തിയ ശേഷമാണ് രാഷ്ട്രപതി തിരികെ പമ്പയിലേക്ക് എത്തിയത്. ദേവസ്വം ബോർഡിൻ്റെ ഉപഹാരവും നൽകി. അയ്യപ്പ വിഗ്രഹവും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രി VN വാസവനും ചേർന്ന് നൽകി. തിരികെ ഗൂർഖ വാഹനത്തിൽ തന്നെയാണ് പമ്പയിലേക്ക് എത്തിയത്. പിന്നീട് തുടർന്ന് അവിടെ നിന്നും നേരെ രാവിലെ എത്തിയതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഓക്കെ, ശരി, വ്യക്തമാണ്. മാത്രമല്ല അവിടെ മഴയും നിൽപ്പുണ്ട്. അപ്പോൾ ശ്രീരാജ് ബാബുവാണ് ഈ കാര്യങ്ങളൊക്കെയും ഇന്ന് രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടേക്ക് എത്തിയത് മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള സംഭവങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.